ഹലോ കുട്ടികളെ, വെൽക്കം ടു സ്കൂൾ ഫൺ ടൈം. ഇത് ആക്ടിവിറ്റീസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. പാർട്ട് 1 3-ാം ക്ലാസ് എന്ന പ്ലേലിസ്റ്റിൽ ഉണ്ടായിരിക്കും. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ക്ലാസ് തുടങ്ങാം. ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് മേക്ക് ലിസ്റ്റ് ഓഫ് തിങ്സ് ഇൻ ദി കിച്ചൺ. ഈ പിക്ചർ കണ്ടോ? ഇത് നോക്കി അടുക്കളയിലെ സാധനങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. എന്നിട്ട് നിങ്ങളുടെ കിച്ചണിലേക്ക് പോയി കൂടുതൽ സാധനങ്ങൾ ചേർക്കുക എന്നാണ്. ഓക്കെ, ഇതിലെന്തൊക്കെയാണ് ഉള്ളത്? ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. ഇതിലെന്തൊക്കെയുണ്ട്? ബക്കറ്റ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, മോപ്പ് ഉണ്ട്, പോട്ട് ഉണ്ട്, പാത്രങ്ങളുണ്ട് അല്ലേ, പ്രഷർ കുക്കർ ഉണ്ട്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? ഓക്കെ, ഞാൻ ചെറിയൊരു ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്, അത് കാണാം. ഇത് കണ്ടോ? ഇതാണ് എല്ലാവരും വീട്ടിലുണ്ടാവുക. ഗ്രൈൻഡർ, സ്പൂൺ, കുക്കർ, പ്ലേറ്റ്, സ്റ്റൗ, ഗ്ലാസ്, ഗ്യാസ് ലൈറ്റർ, ഫ്രിഡ്ജ്, ജ്യൂസ് മേക്കർ, ബക്കറ്റ്, ബൗൾ, പോട്ട്, പാൻ, ഓവൻ, കപ്പ്, മോപ്പ്, ട്രേ, കട്ടിംഗ് ബോർഡ്. ഇനിയും കുറേ സാധനങ്ങളുണ്ട്, അത് നിങ്ങൾ എഴുതണേ. അടുത്തത് നോക്കാം. ഇവിടെ കുറേ സാധനത്തിൻ്റെ പേര് കണ്ടോ? സ്പൂൺ, പ്ലേറ്റ്, എഗ്ഗ്, പ്രഷർ കുക്കർ, ഇതൊക്കെ കണ്ടോ? ഇതിനെ 3ആയി തരംതിരിക്കാനാണ് പറയുന്നത്. ആദ്യത്തേത് കിച്ചൺ യൂട്ടൻസിൽസ്, രണ്ടാമത്തേത് ഫുഡ് ഐറ്റംസ്, മൂന്നാമത്തേത് ഫുഡ് ഇൻഗ്രീഡിയൻസ്. ഓക്കെ, ഇതിനെങ്ങനെ തരംതിരിക്കാം എന്ന് നോക്കാം. ഇത് കണ്ടോ? കിച്ചൺ യൂട്ടൻസിൽസിൽ എന്തൊക്കെയാ വരിക? സ്റ്റൗ, സ്പൂൺ, ബൗൾ, സ്ട്രെയിനർ, പ്രഷർ കുക്കർ, ഇതൊക്കെ അടുക്കള പാത്രങ്ങളാണ്. കിച്ചൺ യൂട്ടൻസിൽസ് എന്ന് പറഞ്ഞാൽ അടുക്കള പാത്രങ്ങൾ എന്നാണ്. ഫുഡ് ഐറ്റംസിൽ എന്തെല്ലാം വരിക? ഗീ റൈസ്, റൈസ് സൂപ്പ്, ബനാന, ബോയിൽഡ് റൈസ്, സാർഡൈൻ ഫ്രൈ. ഈ സാർഡൈൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മത്തി പൊരിച്ചതാണ്. സാർഡൈൻ എന്ന് പറഞ്ഞാൽ മത്തി. ഓക്കെ, ഫുഡ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണ ചേരുവകൾ, ഭക്ഷണത്തിന് ചേർക്കുന്നവ. എന്തൊക്കെയാ? ഷുഗർ, സാൾട്ട്, എഗ്, ടീ ലീവ്സ്, സാമ്പാർ പൗഡർ, ചില്ലി പൗഡർ. ഇനി കുറേ ഉണ്ട്, അത് നിങ്ങൾ തന്നെ ചേർക്കണേ. എനിക്കിവിടെ സ്ഥലമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് നിങ്ങൾക്കറിയുമല്ലോ, എളുപ്പമാണ്, സിമ്പിളാണ്. ഓക്കെ, അടുത്ത നോക്കാം. ആക്ടിവിറ്റി 14. അമ്മ, ഷall I take some ഉണ്ണിയപ്പം ടു സ്കൂൾ? സഷ ആസ്ക്ഡ്. വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? സഷ ചോദിച്ചില്ലേ, അമ്മ, ഞാൻ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചില്ലേ? നിങ്ങളെ ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ഷെയർ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്? എന്തൊക്കെയാ? ഇവിടെ ഒരു പെണ്ണ് പറയുന്നുണ്ട്, ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്. എൻ്റെ ടോയ്സ് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിവിടെ ഒരു പെണ്ണ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ഇഷ്ടം? ഇവിടെ കണ്ടോ? ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ചോക്ലേറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ചോക്ലേറ്റ് ഷെയർ ചെയ്യാനാണ് ഇഷ്ടം. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? അതെങ്ങനെ എഴുതാ? ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ എന്താ? ബുക്സ് ആണോ? എന്തൊക്കെയാ? നിങ്ങൾക്ക് എന്താ ഇഷ്ടം? അത് ഐ വുഡ് ലൈക്ക് ടു ഷെയർ എന്ന് കഴിഞ്ഞ് എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റീഡ് ആൻഡ് റീജോയ്സ്. റീഡ് ആൻഡ് റീജോയ്സ്, വായിക്കുക, സന്തോഷിക്കുക എന്നാണ്. ഇവിടെ ഒരു കഥയാണ് കേട്ടോ. ദ ബോയ് ആൻഡ് ദ ബേർഡ്. ദ ബോയ് ആൻഡ് ദി ബേർഡ്, ഒരാൺകുട്ടിയും പക്ഷിയും. വായിക്കാം. ദിസ് ഈസ് റിങ്കു. ഓൾ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ഗോൺ ഹോം ഫ്രം സ്കൂൾ. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. ദിസ് ഈസ് റിങ്കു. ഓൾ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ഗോൺ ഹോം ഫ്രം സ്കൂൾ. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. ഇത് റിങ്കു. അവൻ്റെ എല്ലാ കൂട്ടുകാരും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയിരിക്കുന്നു. അവൻ അവൻ്റെ അച്ഛനെ കാത്തിരിക്കുകയാണ്. കിയോ കിയോ, റിങ്കു ഹിയർഡ് എ സൗണ്ട്. ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് ലിറ്റിൽ ബേർഡ്. ഇറ്റ് came ഫ്രം എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. കിയോ കിയോ, റിങ്കു ഹിയർഡ് എ സൗണ്ട്. It was the cry of a little bird. It came from
എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. റിങ്കു കിയോ കിയോ എന്നൊരു ശബ്ദം കേട്ടു. അതൊരു ചെറിയ പക്ഷിയുടെ കരച്ചിലായിരുന്നു. ആ ശബ്ദം വന്നത് ഒരു ഉണങ്ങിയ ഇലയുടെ കൂടിൽ നിന്നാണ്. കിയോ കിയോ എന്നൊരു ശബ്ദം കേട്ടില്ലേ? അത് ഒരു ഉണങ്ങിയ ഇലയുടെ കൂടിൽ നിന്നാണ്. റിങ്കു സാറ്റ് ഓൺ ഹിസ് നീസ്. ഹി ഗ്രോപ്ഡ് ത്രൂ ദ ലീവ്സ്. ഹിസ് ഹാൻഡ്സ് സ്റ്റംബിൾഡ് ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്. റിങ്കു സാറ്റ് ഓൺ ഹിസ് നീസ്. ഹി ഗ്രോപ്ഡ് ത്രൂ ദ ലീവ്സ്. ഹിസ് ഹാൻഡ്സ് സ്റ്റംബിൾഡ് ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്. റിങ്കു മുട്ടുകുത്തിയിരുന്ന് ആ ഇലകൾക്കിടയിൽ എന്താ കരയുന്നത് എന്ന് നോക്കി. അങ്ങനെ തപ്പി നോക്കുമ്പോൾ അവൻ്റെ കൈകളിലേക്ക് ഒരു പക്ഷി വന്നു. മിയാവ് മിയാവ്. റിങ്കു ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് എ കാറ്റ്. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? ഹി worried. He threw a stone at the cat. റിങ്കുവിന് ഒരു പൂച്ചയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു. ഒരു പൂച്ച കരയുന്നതായിട്ട് റിങ്കു കേട്ടു. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? ചിക്ക് എന്ന് പറഞ്ഞാൽ കുഞ്ഞാണ് കേട്ടോ. കുഞ്ഞിനെയാണ് പറയുക ചിക്കെന്ന്. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? അതാ കുഞ്ഞിനെ പിടിക്കുമോ? ഹി worried. അവൻ വിഷമിച്ചു. ഹി ത്രൂ എ സ്റ്റോൺ അറ്റ് ദി കാറ്റ്. അവൻ ആ പൂച്ചയ്ക്ക് നേരെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു. നെക്സ്റ്റ് പേജ് നോക്കാം. റിങ്കു gently picked the baby bird. Where is its nest? Where is the mother bird? He listened carefully. Finally, he located the tree. Ringu gently picked the baby bird. Where is its nest? Where is the mother bird? He listened carefully. Finally, he located the tree. റിങ്കു ആ പക്ഷിക്കുഞ്ഞിയെ പതുക്കെ എടുത്തു. ഇതിൻ്റെ കൂടെ എവിടെയാണ്? ഇതിൻ്റെ അമ്മ പക്ഷി എവിടെയാണ്? വേർ ഈസ് ദ മദർ ബേർഡ്? ഇതിൻ്റെ അമ്മ പക്ഷി എവിടെയാണ്? അവൻ ശ്രദ്ധയോടെ കേട്ടു. അവൻ ശ്രദ്ധിച്ച് കേട്ടു. എവിടെയെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് അവൻ ശ്രദ്ധിച്ച് കേട്ടു. ഫൈനലി ഹി ലൊക്കേറ്റഡ് ദ ട്രീ. അവസാനം അവൻ ആ മരം കണ്ടെത്തി. റിങ്കു പുട്ട് ദ ബേർഡ് ഇൻ ഹിസ് പോക്കറ്റ്. ഹി ക്ലൈംബ്ഡ് ഓൺ ദി ടോപ്പ് ഓഫ് ദി ട്രീ. ഹി ഫെൽറ്റ് ദ ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ് വിത്ത് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫൈൻഡ് ദ നെസ്റ്റ്. At last, he found the nest. Ringu put the bird in his pocket. He climbed on the top of the tree. He felt the branches and leaves with his hands to find the nest. At last, he found the nest. റിങ്കു ആ പക്ഷിയെ തൻ്റെ പോക്കറ്റിൽ വെച്ചു. അവൻ്റെ കീശയിൽ വെച്ച് ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറി. എന്നിട്ട് അവൻ്റെ കൈ കൊണ്ട് അവൻ എല്ലായിടത്തും തപ്പി നോക്കി. എവിടെയാ കൂട്? അവസാനം അവൻ കൂട് കണ്ടെത്തി. റിങ്കു took the bird out of his pocket. He carefully placed it in the nest. The baby bird chirped happily. Ringu took the bird out of his pocket. He carefully placed it in the nest. The baby bird chirped happily. റിങ്കു ആ പക്ഷിയെ പോക്കറ്റിൽ നിന്ന് പുറത്തെടുത്ത് ശ്രദ്ധയോടെ ആ കൂട്ടിൽ വെച്ചു. ആ കുഞ്ഞി പക്ഷി സന്തോഷത്തോടെ ചിലച്ചു. The mother bird looked at the boy thankfully, but he could not see the bird. He was blind. The mother bird looked at the boy thankfully, but he could not see the bird. He was blind. അതിൻ്റെ അമ്മ പക്ഷി അവനെ നന്ദിയോടെ നോക്കി. പക്ഷെ അവനെ കാണാൻ കഴിഞ്ഞില്ല. അവൻ അന്ധനായിരുന്നു. അവൻ ഈ കുഞ്ഞു പക്ഷിയെ എടുത്തുകൊണ്ട് പോയി കൂട്ടിൽ വെച്ചില്ലേ? അതുകൊണ്ട് ആ അമ്മ പക്ഷി നന്ദിയോടെ നോക്കി. പക്ഷേ അതവന് കാണാൻ കഴിഞ്ഞില്ല. അവൻ അന്ധനായിരുന്നു. ഹി വാസ് ബ്ലൈൻഡ്. ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ അന്ധൻ, കണ്ണ് കാണാത്തവർ. ഓക്കെ, അടുത്തത് നോക്കാം. ഈ പിക്ചർ കണ്ടോ? ഇത് നമ്മൾ വായിച്ച കഥയാണ്. ഇതിനെ നമ്മുടേതായ വാക്കുകളിൽ എഴുതാനാ പറയുന്നത്. ഇതെങ്ങനെ എഴുതാം നിങ്ങൾക്കറിയോ? ഇവിടെ 8 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി എഴുതാനാ പറയുന്നത്. എഴുതിയാലോ? നോക്കാം. One fine morning, Sasha woke up late. Her mother called and wakes her up. Her father is cooking her favorite snack unniyappam in the kitchen. Sasha takes some unniyappam to school for sharing her friends. Now, her friend Naveen waiting Sasha on the gate, and both of them ran to the school. Sasha shared unniyappam to all friends. Now,
she saw a girl near the door. Sasha offered an unniyapam, but she ran away without taking it. After the school, Sasha and Nevin went to the home. On the way, they heard a song. Sasha asked to Nevin, "Who is singing? Is this our teacher taught us today?" Finally meet the girl. Her name is Kabida. Sasha gave a picture story book to Kabida. The next day, Sasha told Anupama teacher about Kabida, and teacher also shared headmaster. The headmaster welcomed Kabida and congratulated Sasha and Naveen. Kabida's eyes filled with tears. Anupama teacher hugged Kabida and all are happy. നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 16. ഒബ്സർവ് ദ പിക്ചേഴ്സ്. റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കണേ. ഇതിൻ്റെ കഥ മൈ ക്രിയേറ്റീവ് സ്പേസ് എന്ന അടുത്ത പേജിൽ എഴുതാനാണ് പറയുന്നത്. ഇതെങ്ങനെ എഴുതാം? ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കണേ. ഇതിലെന്തൊക്കെയാണ് കാണുന്നത്? ഒരു കുട്ടി ഫ്രൂട്ട് കളക്ട് ആക്കുന്നുണ്ട്, അത് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആനയും കുരങ്ങും ജിറാഫും പാരറ്റും ഒക്കെ അതിൽ നിന്ന് എടുക്കുന്നുണ്ട് അല്ലേ? അവസാനം ഒരാട് വന്നൊരു മരത്തിലിടിക്കുന്നു. അവളുടെ ബാസ്ക്കറ്റ് മുഴുവനും മാങ്ങ കൊണ്ട് ഫില്ലാവുന്നു. ഇവിടെ ആ കഥ എഴുതാനാണ് പറയുന്നത്. നിങ്ങൾക്കിതിൻ്റെ കഥ എഴുതാൻ അറിയോ? എങ്കിൽ നിങ്ങൾ സ്വന്തമായി എഴുതണേ. നോക്കാം. ഇവിടെ ഞാനൊരു പേര് കൊടുത്തിട്ടുണ്ട്, അനു എന്ന്. അത് താൽക്കാലികമായി കൊടുത്തതാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. വായിക്കാം. One day, Anu collects some fruits from their farm for selling the market. But she has to cross a forest to reach market. She is on her way to the market. The elephant took an orange. A monkey took a banana and giraffe took a pineapple. At last, a parrot takes some of it, and the basket became empty. The old scene saw the goat, and he ready to help Anu. On the way, goat hit a mango tree strongly. All the ripe mangoes falling down the basket, and the basket filled with mangoes. After she reached the market, Anu and her friends saw the basket full of ripe mangoes. She was very happy now. അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 17. ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പാക്കാനാണ് പറയുന്നത്. സഷയുടെ അച്ഛൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ലേ? അതുപോലെ നിങ്ങളുടെ അച്ഛനോ അമ്മയോ കുക്കിംഗ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെ കുക്കിംഗ് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ശബ്ദം വെച്ച് ഒരു കുക്കറി വീഡിയോ ആക്കാനാണ് പറയുന്നത്. എന്നിട്ട് അത് നിങ്ങളുടെ ടീച്ചർക്ക് അയക്കാനാണ് പറയുന്നത്. എങ്ങനെയാണ് ഒരു കുക്കറി വീഡിയോ ഉണ്ടാക്കുക? നിങ്ങൾ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? കുക്കിംഗ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇവിടെ ഒരു ഓഡിയോ ക്ലിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ലോക പരിസ്ഥിതി ദിനം, ഇംഗ്ലീഷ് അസംബ്ലി, അങ്ങനെ ചില പ്രത്യേക ദിവസങ്ങളില്ലേ? അങ്ങനെ ചില പ്രത്യേക ദിവസങ്ങളിൽ ആചരിക്കുന്ന പ്രവേശനോത്സവം പോലുള്ള രസകരമായ ഒരു സംഭവം വിവരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകത്തിൻ്റെ റീഡിംഗ് ഡേക്ക് പറ്റിയ ഒരു ഓഡിയോ ക്ലിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇത് രണ്ടും നിങ്ങൾ തയ്യാറാക്കൂലേ? നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിക്കാം കേട്ടോ. നമ്മുടെ യൂണിറ്റ് 1 ഇവിടെ അവസാനിക്കുന്നു. ഇനി വരാൻ പോകുന്നത് യൂണിറ്റ് 2 ആണ്. ഫെസ്റ്റീവ് ഫൺ എന്നാണ് പേര്. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ.